ഗോകുൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സർവകലാശാലയിൽ കണ്ട കാഴ്ചകൾ വെച്ചാണ് പറയുന്നത്. ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് പ്രതിയായ ആ ഡീൻ അധ്യാപികയ്ക്ക് അവരെ ന്യായീകരിക്കാനും അവരെ പിന്തുണയ്ക്കാനും വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരളത്തിലെ സംഘപരിവാറിനെ ഇന്ന് സർവകലാശാലയ്ക്ക് മുമ്പിൽ കണ്ടത്. എന്തൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. അല്ല, ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ കേരളത്തിലെ സംഘപരിവാറിനെ ഒരു മൂലയ്ക്ക് കൊണ്ട് കെട്ടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള ജാതി വിവേചനത്തോടും നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടല്ല നമ്മൾ ഇന്നേ കാലം വരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു, ഇവിടെ പരാതിയും അതേപോലെ തന്നെ കേസും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ തന്നെ കാണിച്ച കാർഡിൽ വ്യക്തമാണ്, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ലീഡിംഗ് മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ആ മാധ്യമം അത് നിങ്ങളാണ് പറഞ്ഞത്, എനിക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കേരളത്തിലെ മാധ്യമങ്ങളെന്നേ പറഞ്ഞു. അതെ, ഓക്കെ. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്തത്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഞാൻ ഏകവചനമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ കൈരളി ഒഴിച്ചുള്ള മുഴുവൻ മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് SFI വിരുദ്ധമാണ്, ഇവിടുത്തെ കേരളത്തിൻ്റെ മതേതര LDF ഗവൺമെൻറ്റിനെതിരാണ്, അത്തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ സംഘപരിവാറിനെ ഒരു മൂലയ്ക്ക് കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സംഭവത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ പറയുന്ന വിദ്യാർത്ഥി, PhD വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ സമയത്ത് ആ അധ്യാപിക അതിനെ ചോദ്യം ചെയ്യുകയും അതിൽ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് കേവലമായ എക്സ്ക്യൂസിന് വേണ്ടിയിട്ട് കേവലം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏത് ഘട്ടത്തിലാണ് ഗോകുൽ, അത് ആ പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഏത് ഘട്ടത്തിലാണ്, ഏത് അധികാര സ്പേസിൽ വെച്ചിട്ടാണ് ഡീൻ ഇതിലിടപെട്ടത്? ആ PhD അല്ല, താങ്കൾ പറയണം. ഇത് പരിശോധിച്ച വിദ്യാർത്ഥി നേതാക്കളായ തന്നെയാണ്. ടീച്ചറുടെ വിശദീകരണം ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ടീച്ചർ പറയുന്നത് വിഴുങ്ങാനോ വിദ്യാർത്ഥി പറയുന്നത് വിഴുങ്ങാനോ അല്ലല്ലോ നമ്മൾ അറിവിരിക്കുന്നത്. നിങ്ങളുടെ പരിശോധനയിൽ ഏത് ഘട്ടത്തിൽ, എനിക്കൊരു സംശയമാണ് ഗോകുൽ, ഗോകുലിനോട് തന്നെയാണ്, വേറെ ആരോടുമല്ല. ആ PhD ഗവേഷണത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഓപ്പൺ ഡിഫൻസ് നടക്കാൻ പോകുന്ന ഘട്ടം വരെ മനസ്സിലായി. ഏത് ഘട്ടത്തിൽ എന്തധികാരം ഉപയോഗിച്ച് എങ്ങനെയാണ് ആ ഡീൻ ഇടപെട്ടത്? ആ വിദ്യാർത്ഥിയുടെ ഓപ്പൺ ഡിഫൻസിൽ ആരായിരുന്നു എക്സ്റ്റേണലായി വന്നത്? എങ്ങനെയാണ് ഈ പറഞ്ഞ ഡീൻ, ജാതി അധിക്ഷേപം നടത്തിയ ഈ ഡീൻ ഇടപെട്ടത്? അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായ, നിങ്ങൾക്ക് ബോധ്യമെന്ന ആ ഒരു സീനൊന്ന് കൃത്യമായി പറഞ്ഞു തരാം. ഞങ്ങൾക്ക് മനസ്സിലായത്, പല ഘട്ടങ്ങളിലായി ഈ അധ്യാപികയോട് ഈ വിദ്യാർത്ഥി വളരെ മോശമായിട്ട് പെരുമാറുകയും ഈ അധ്യാപിക ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ദാക്ഷ്യത്തോടെ പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ശരിയാവും? ഒത്തുവരുന്നില്ലല്ലോ. ഒരു സെക്കൻഡ് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ആ വിദ്യാർത്ഥിയുടെ അക്കാദമിക യോഗ്യതയെ പറ്റി വളരെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടു. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തമാശയാണ് തോന്നുന്നത്. ആ വിദ്യാർത്ഥിയുടെ അക്കാദമിക യോഗ്യത ഇവിടെ SFIയുടെ ഒരുപാട് ഏരിയ സെക്രട്ടറിമാരും ഒരുപാട് സംസ്ഥാന കാര്യത്തിലേക്ക് വരും. നമ്മളൊരു സ്പെസിഫിക് കേസല്ലേ സംസാരിക്കുന്നത്. നമ്മൾ കൃത്യമായ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നമാണ് സംസാരിക്കുന്നത്. അതിലിപ്പോഴും ഗോകുലിന് സ്പെസിഫിക് ആയി പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാം, കായംകുളം ഏരിയ സെക്രട്ടറി, ഞാൻ അതല്ലേ ചോദിച്ചത്. ഇവിടെ സ്പെസിഫിക് കേസ് കിടക്കാണ് പറയുന്നത്. സ്പെസിഫിക് കേസ്, ഈ കേസിൽ ആ വിദ്യാർത്ഥി MPhil കൊടുത്തത് ഇതേ അധ്യാപിക, MPhil അവാർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് PhDയിൽ എക്സ്റ്റേണൽ വേറൊരു സർവകലാശാലയിൽ നിന്ന് VC ഡയറക്റ്റ് ചെയ്തിട്ട് വന്ന വേറൊരു എക്സ്റ്റേണൽ നിൽക്കുമ്പോൾ ഈ ഡീനിന് എന്ത് അധികാരം? അതിനൊക്കെയാണ് പറയേണ്ടത്. ABVP മറുപടി പറയേണ്ട അവിടെയാണ്. കായംകുളം MSM കോളേജിൽ പഠിച്ച അതേ കോളേജിൽ പരാജയപ്പെട്ട ഏരിയ സെക്രട്ടറിയാണ് അതേ കോളേജിൽ ചെന്ന് വ്യാജ സർട്ടിഫിക്കറ്റുമായി അന്വേഷണം നേടിയത്.